ഈ പത്തനംതിട്ടയിൽ പെയ്യുന്ന മഴ മുഴുവനായി ഒലിച്ചിറങ്ങി വരുന്നത് അപ്പർ കുട്ടനാട് ഭാഗത്തേക്കാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ജോസി ബാബു ഉണ്ട്. ജോസി, എന്താണ് അവിടെ കാണുന്ന കാഴ്ച? അജിംസ, ചെങ്ങന്നൂരിൽ അതീവ ഗുരുതരമാണ് സാഹചര്യം. 2018 സമാനമായ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുമെന്നുള്ള ആശങ്ക ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഴിയാർ ഡാം തുറന്നതുകൂടി അത്തരത്തിലൊരു ആശങ്കയാണ് ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന പാണ്ടനാട് പ്രദേശത്തടക്കം ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ട്രാക്ടർ ഉപയോഗിച്ച് മറ്റും ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പാണ്ടനാട് പ്രയാർ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. 2018 പ്രളയത്തിൽ ഏറ്റവും അധികം ദുരിതം വിതച്ചൊരു സ്ഥലമാണ് പാണ്ടനാട് പ്രയാർ. അതോടൊപ്പം തന്നെ തിരുവൻമണ്ടൂർ അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളക്കെട്ടാണ്. അവിടെയൊക്കെയും ഈ പമ്പയാറ് പലയിടത്തും ഇപ്പോൾ തന്നെ ഉയർന്ന് ഒന്നാം നിലയിലേക്ക് അടുത്തേക്കൊക്കെ തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രയാർ മാർത്തോമ പള്ളിയുടെ കിണറിനൊക്കെ മുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. അതിന് സമീപമുള്ള വീടുകളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വരെയാണ് നമുക്ക് നടന്ന് സഞ്ചരിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുക. അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കൊക്കെ ഉള്ളിലേക്ക് പോകാൻ വഞ്ചിയോ അല്ലെങ്കിൽ ട്രാക്ടറോ ഒക്കെ മറ്റേ ഉപയോഗിച്ച് വേണം പോകാൻ. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന തിരുവല്ല, കടപ്ര, നിരണം എന്നും തുടങ്ങിയ അപ്പർ കുട്ടനാടൻ മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. ഈ മേഖലയിലൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഒരു ഗതാഗത പ്രശ്നമാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിലുള്ള നിയന്ത്രണങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ചെറു റോഡുകളെല്ലാം വെള്ളത്തിലാണ്. ട്രാക്ടർ മുഖേനയൊക്കെയാണ് പലയിടത്തും പുറത്തേക്ക് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പോലും നമ്മൾ ദേശീയപാത വഴി ചുറ്റി ഹരിപ്പാട് വന്ന് മാവേലിക്കര വഴിയാണ് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അത്രത്തോളം ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. ഗതാഗതം അത്രത്തോളം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും NDRFന്റെ പ്രത്യേക സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ വീടുകളിലൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്. പുറത്തേക്ക് പോകുന്നുണ്ടോ? എപ്പോൾ പോകുന്നുണ്ടോ പുറത്തേക്ക്? ഈ പള്ളിയുടെ ക്യാമ്പാണല്ലോ. എന്തായാലും ആളുകൾ പരമാവധി ആളുകളെ ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും ഭാഗത്തു നിന്നുമൊക്കെ പുരോഗമിക്കും. നിങ്ങൾ ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ വന്നിരിക്കുന്നതാണോ? അതെ, അതെ, ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരും. ആരെ ആശുപത്രി കൊണ്ട്? ഒരാൾ വീണ് സ്റ്റെയർകേസിന് താഴെ വീണായിരുന്നു. എവിടെ? വെള്ളം കയറി കിടക്കുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ വഴി സ്റ്റെയർകേസിന് താഴെ വീണു. തൊടയിലിൻ്റെ പൊട്ടലുണ്ട്. KM ചെറിയനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങോട്ട് പോയാലേ മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടോ? അങ്ങോട്ട് പോയാൽ പ്രയാസമായിരിക്കും. മുട്ടിന് മുകളിലുള്ളൂ.